അഡ്വഞ്ചറാണ്. അപ്പോൾ നമ്മൾ കളിക്കാൻ ഫ്രീ ഫയർ ആണ്. ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ കാണുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. എത്ര കൈയെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സ്റ്റാർട്ട്. Kalahari Banger lang. Kalahari Banger. Good luck guys. അവിടുന്ന് പ്ലാറ്റിനം അന്ന് എന്തായാലും എത്തണം ഗൈസ്.
ഓട്ടം. ഇതെങ്ങനെ ഡിഫോൾട്ട് സ്കിൽ ആണ്?
നൈഫ് ജസ്റ്റ് ഓ ശേ നെക്സ്റ്റ് റാവല് ബാഡസ്റ്റ് ഞാൻ സ്കില്ലെടുക്കാൻ പോയിട്ട് പോയി
ഫോർഗാറ്ററി ബ്രസീലാൽ പോവാം. ജോൺ വിക്കിൻ്റെ ജോലിയുണ്ട്. ജോൺ വിക്കിൻ്റെ കോസ്റ്റ്യൂം കോർപ്പടിച്ച് വരുന്നോടെ മണ്ടന്മാരും. പ്ലീസ് 4. Oh, Kalahari Banger release.
കരഹയാണ്. orange. Bermuda. Bayangkan. ആൾക്കാരൊന്നുമില്ലടി. ഞാൻ കറങ്ങിപ്പോ നടക്കുക. ഇങ്ങനെ ശോഭിക്കാണ്ടി തരാ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ തന്നെ കോളി ശല്യപ്പെടുത്താൻ വേണ്ടി.
ലെവലിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ബൈക്ക് ഇല്ല, ഇപ്പോഴത്തേക്കാ കഴിച്ച് ഞാൻ എപ്പോൾ വരാം. ഗായ്സ് ഞാൻ ചത്ത് ഗൈസ്. ലെറ്റ്സ് ഗോ, സോ ക്ലോസ് ഗൈസ്. ഞാൻ എപ്പോൾ വരാം. ഓക്കെ ഗൈസ്, കുറച്ചും കൂടെ ഒരാളെയും കൂടെ കൊന്നാണ് എൻ്റെ ഇത് ഞാൻ പ്ലാറ്റീന ആവുമായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, ഇത് എന്തായാലും വിക്ടറി ആവും. ബോയ അടിക്കും. I have a woodpecker. woodpecker സീനാവാനാ. नेपोलियन अलेक्जेंडर चेंगिस को पूरा बिठाया और हमें एक साथ टी पार्टी। उस मरी का आइडिया होगा, लेट देम केक। हम भी तो क्वींस लोग हैं, मैगजीन बैन कराते हैं और अपने सोशल्स पे डालते हैं। Yes. Next അറിയോ? അത് സാധനം ഡിഫോൾട്ടാണ് എൻ്റെ സ്കേറ്റിംഗ് എങ്ങനെയാണ് പോകുന്നത്? സംഗീതം 6 പോലെ ഒഴുകട്ടെ, അതാ 2 അതിന് ചിലപ്പോൾ ഒരു 6 പോലും കിട്ടുന്നില്ല. എന്തോ കിടുകിടുകളാ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് പാട്ടിന്റെ കൂടെ. അതെന്താണ്? ഇവിടെ ചാകാൻ വേണ്ടി പോകാൻ ഫാം കോപ്പി ഈ ഓർക്കസ്ട്രക്കാരനൊക്കെ ഇടയിലായപ്പോ വല്ലാത്ത വിഷമമായി. ഈ ഇറോട്ടിക് പാട്ട് ഇതിനൊക്കെ പറഞ്ഞ ചേച്ചി കണ്ടപ്പോഴേ ഓടിക്കും. അതൊക്കെ ഒരു അസാധ്യ ഇറോട്ടിക് പാട്ട് പാടി യൂട്യൂബിലൊക്കെ അത് പാടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ചേച്ചി വാ നമുക്ക് കേൾക്കാം. ഇല്ലല്ലേ ശരത്തൊക്കെ പുറത്ത് പോകുന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പാട്ട് ഡാൻസ് നേടിയാ പോയത്.
പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പോളെ പാടി കൊടുക്കാനുള്ള താരാട്ട് പാടാനുള്ള ചാൻസായിരിക്കും. കഴിഞ്ഞാണ് ഞാൻ പോസ് ചെയ്തില്ലായിരുന്നു, ഞാൻ ജയിച്ചേനെ ഗൈസ്. അതങ്ങനെ ഞാൻ എൻ്റെ പ്രോ മോഡ് എടുക്കാൻ പോവാ. എവിടെ എൻ്റെ സ്റ്റേജിങ് ബോർഡൊക്കെ? ഇരുവരിൻ സുരവും നമരാകും ദിസை பேரானாலும் ஆரிசேரார்கள் முகிலாய் மழையாய் பொழிவது നമ്മൾ വെയിറ്റ് ചെയ്ത് എപ്പോൾ വരാം. നമ്മിസെ ഓക്കെ ഗൈസ്, ഞാൻ ഇപ്പോൾ പ്രോ മോഡായിട്ടുണ്ട്. സെപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഞാൻ ഭയങ്കര പ്രോ ആയിരിക്കും. അത് കേട്ടപ്പോൾ പിന്നെയും കാര്യത്തിൻ്റെ വക്കായി സംഗീതത്തിന് വിലയും ആ വാക്കാണ് ഞാൻ ഈ പാടിയത് ഇതെൻ്റെ ഭാഗ്യമാണ്, എൻ്റെ ഒരു പുണ്യമായിട്ട് കരുതാണ്. സാർ ഇല്ല ഞാൻ തൊഴിലത് കേട് സാർ സീരിയസ് ആയി. സംഗീതത്തിന് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല ചിലതല്ലേ. ഇപ്പം ഇളയരാജ മനസ്സ് നിറഞ്ഞെന്തെങ്കിലും ചെയ്താൽ നീ സ്വീകരിച്ചു കൊടുക്കും. കാരണം പക്ഷേ പൈസ അതല്ലേ സാർ, പൈസ എല്ലാം ഇല്ല. വാ എന്നെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ അത് ഒരു 100 ഓസ്കാറിന് സമം. അല്ല ഒറ്റപ്പാട്ട് പാടാൻ ഓടാ മോനെ, എത്രയാണ് ഒന്നും കൊടുത്തില്ല. ഒരു പായം കൂടെ പണം പോലും വെച്ച് ചേച്ചിക്ക് ആ വിഷമമുണ്ട്. ചേച്ചിനെ മുതലിട്ട് പിടിച്ച് കരഞ്ഞു. കരഞ്ഞതിന് പ്രധാന അതിന് പുറകിലുള്ളത് ഇതാണ്. ഒരു മഴ പോയി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായത് ഞാൻ അതേ പറയുന്നുള്ളൂ. അതൊരു സന്തോഷമല്ലേ. അദ്ദേഹത്തിന്റെ വായിൽ നിന്നൊരു നല്ലൊരു കേൾക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാര്യം എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനാണ്. കാര്യം എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം ഒരു ആൾക്കാരെയാണ്. അതല്ല, അദ്ദേഹം അത്രത്തോളം മ്യൂസിക്കലി അത്രയും ഉയർന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ചിലപ്പം കുറച്ച് ദേഷ്യം അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മൾ അതൊക്കെ ലെജൻസാണ്. രാജസാറിന്റെ ഫിലിം മ്യൂസിക് ഒരുപാടുണ്ട്. ഇപ്പം സാറ് പറയുന്ന സമയത്ത് ചിന്ന വന്ന ഫീൽ എന്റെ മനസ്സിലിങ്ങനെ വരുന്നത് അത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ പ്രസന്റ് ആണ്. പക്ഷെ അങ്ങനത്തെ മെലഡി കണ്ടിട്ട് അത് മാത്രമല്ല, അദ്ദേഹം അറേഞ്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ റീ റെക്കോർഡിങ് ചെയ്യുന്ന പോലെ ഒരു നിവൃത്തിയില്ല. വേറെ ആർക്കും സ്വപ്നം കാണാൻ പറ്റത്തില്ല. രജനീഷ് സാറിന് മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്ന എത്രയോ പാട്ടുകൾ എത്ര പാട്ടുകൾ ഇത് புறா ஒன்று போனது கையில் வராமலே முதலெழுத்து தாய்மொழியில் தலையெழுத்து யார் மொழியில் என் ஆசை வாழ்ந்தெறியல்லோ வெள்ளை புறா ஒன்று ஏது கையில் பூமாலை வாழ்கிறந்தான் பூக்கள் இல்லையே செவியில்லை இங்கொரு இசைக்கெதற்கு விழியில்லை இங்கொரு விளக்கெதற்கு நாடும் நாடும் அவள் நினைவில் வந்தழுது பூமாலை வாங்கி வந்தான் பார்த்த விழி பார்த்தபடி பூத்து இருக்க காத்திருந்த காட்சி இங்கு കാണ കിടക്ക. അസാധ്യ പാട്ട്. പാവനി എന്നുള്ള രാഗമാണ്. ഈ രാഗം അങ്ങനെ ആരും ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് കേൾക്കുന്നത് നമുക്ക് വേറൊരു ഫീലാണ്. പക്ഷെ ഈ പാടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൺമണി അൻപൂർ കാതലം അതാണ്. ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എത്ര പാട്ടുകൾ. വേദം നീ ഇനിയതാരം നീ நிலவு நீ கதிரும் நீ அடிமை நான் தினமும் பேரம் நீ இனியதாரம் நீ. എത്ര പാട്ടുകൾ തല വന്നോണ്ടിരിക്കുകയല്ലേ. ഇത്
ആ ശബ്ദത്തിന്റെ കൂടെ നമ്മൾ അതൊന്ന് കേൾക്കും. അത് കാര്യം വേറെ കിട്ടത്തില്ല. ഇളങ്കൈ കൂട്ടുള്ള ഉച്ചാരണം, തമിഴ് ചേവ്, അതങ്ങാണ്ടാണ് ഡയലോഗ്. അതൊക്കെ അറിയാതെ കാരണം നമ്മുടെ റേഡിയോയുടെ കൂടെ ജീവിച്ചവരല്ല. സാറേ ഒരു കാര്യം പറയുന്നത്, രവീന്ദ്രൻ മാഷിനെ സാറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്പോസറാണ്. ഈ പ്രമോദനം ഒരു പാട്ട് സത്യത്തില് അതേപോലെ ഒരു പാട്ട് ഇനി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ, ഇത് രാഗം പറയുമ്പോൾ തന്നെ സാറ് രവീന്ദ്രൻ മാഷിനെ കുറിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാട് കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ ഭയങ്കര ഒരു ഹൈപ്പ് തോന്നും അത് കേൾക്കുന്ന സമയത്ത്. കാരണം ഞാനൊക്കെ ഈ മ്യൂസിക് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് മാഷാണ്, പിന്നെയാണ് നമ്മൾ ജോൺസൺ മാഷ്, പിന്നെ ദേവരാജ മാസ്റ്റർ, ഇങ്ങനെ പോവാണ് റിവേഴ്സ് ഇങ്ങനെ നമ്മൾ അതെ. അപ്പൊ അത് ശരിക്കും രവീന്ദ്രൻ മാഷിന്റെ എന്ന് പറയുന്ന പാട്ട് ദാസര പാട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ആ ഒരു അതിനകത്ത് ഒരു ചോറ് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതൊരു പ്രവണത. അത് മതി. രവീന്ദ്രൻ സംഗീത സംവിധാനം എന്നുള്ള രവീന്ദ്രൻ മാഷിനെ അറിയാവുന്ന ഒരു പാട്ടുണ്ട്. അത് അതിന് അധികം എന്തിനാ കേൾക്കുന്നത്. അതൊരു രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഈ കമ്പോസിങ് നടക്കുന്ന സമയം പാമ്പ്രോവില്. അപ്പൊ എന്റെ അനിയനും വേറെ ആരാണ് അന്ന് തമിഴ് വായിച്ച വേറൊരാളും കൊണ്ടുണ്ട്, അതെനിക്ക് ഓർമ്മ വരുന്നില്ല. രവീന്ദ്രൻ മാഷ് ഇപ്പൊ കമ്പോസിങ് നടന്നപ്പോ ഈ ദേവസമാധാനത്തിൽ അത് പാട്ട് പറഞ്ഞു തരാൻ വേണ്ടി എന്നെ രവീന്ദ്രൻ മാഷ് ഈ പ്രവചനം ചെയ്യാം. അപ്പൊ മാഷ ചുമപ്പാടി കേൾപ്പിച്ചു. ചുമപ്പാടി കേൾപ്പിച്ചു അസാധ്യം. ഞാൻ പറഞ്ഞു മാഷ ഒരു നിവൃത്തിയില്ല പാട്ട്, അസാധ്യം. അപ്പൊ ഞാനത് എനിക്കത് വളരെ ഫെമിലിയറാണ് ആ ട്യൂൺ. അത് ജിറ്റുവിനെ കിട്ടി. ഞാൻ പറഞ്ഞു മാഷ ഇരുഹൃദയങ്ങളിലൊന്നായി സുഗന്ധങ്ങൾ, അത് തന്നെയാണ് പ്രവചനം. അപ്പോൾ മാഷ അത് ആ പാട്ട് മോനെ അത് ആർക്കും എടുക്കില്ല. നീ കുറച്ച് എല്ലാ പാട്ടും എല്ലാം കേൾക്കുന്നതുകൊണ്ടാണ് നീ ആ പാട്ട് പാടുന്നത്. പക്ഷെ ഇത് വല്ലാതെ ഹിറ്റാണ് നോക്കും. അദ്ദേഹത്തിന്റെ പാട്ട് പഠിച്ചു അത്രേ ഉള്ളൂ. കാര്യം അദ്ദേഹത്തിന്റെ ആണല്ലോ, വേറെ ഒരാളുടെ എടുത്തിട്ട് കോപ്പി അടിച്ചല്ലത്. അദ്ദേഹം തന്നെ മുമ്പ് ചെയ്ത ഒരു പാട്ട് വന്നെന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യമില്ല. അസാധ്യമാണ്, ഒരു നിവൃത്തി ഉണ്ടാവുന്നില്ല. അതിലൊരു ചരണം പാടില്ല. കാര്യം അത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണമുണ്ട്. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ, ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകി ഞാൻ. ഇത് ദാസേട്ടൻ പാടിയിട്ട് എടാ രവി അത് റിപ്പീറ്റ് ഒന്നും കൂടെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകി ഞാൻ. ഇത് ദാസേട്ടൻ്റെ കയ്യിൽ നിന്നിട്ട് പാടിയതാണ്. അത് അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടൊക്കെ കരഞ്ഞ് എൻ്റെ ഉടുപ്പൊക്കെ നനഞ്ഞു. അത് ഒരു വല്ലാത്ത കാര്യം. അത്രയും ഓർക്കസ്ട്രായി ഈ ദാസന്റെ ശബ്ദവും കൂടെ അത് പറയാൻ പറ്റും. എന്താണ്ട് മഴയില്ലേ, മഴ നല്ല രസമുള്ളൊരു സംഗതിയാണ്. എന്ന് വെച്ചാൽ മഴപ്പാട്ടുകളൊക്കെ നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തമിഴിലിറങ്ങിയാലും നമ്മൾ കേൾക്കും. മഴ എങ്ങനെയാണ് കോമ്പോസിഷൻ, അതിൻ്റെ ഒരു വിശേഷം പറയും. അല്ല, എനിക്ക് മഴ ഇഷ്ടമാണ്. എന്നോട് നിന്നെ ഭീകര പേമാരി അത് താല്പര്യം. ചെറിയ ചാക്കല്, ഒരു ബ്ലാക്ക് ടീ, ഒരു വല്ല പരിപ്പോടെയൊക്കെ കിട്ടി അത് നോക്കി ഈ ജനൽ വഴി ഈ തൂവാൻ നമ്മുടെ കയ്യിൽ വീഴുന്ന അതൊക്കെ ഇങ്ങനെ കൈയിട്ട് എപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. വീട്ടിൽ മഴയത്ത് കൈ വെളിയിലേക്ക് ഇട്ട് ആ മഴത്തുള്ളികൾ വീഴുമ്പോഴുള്ളൊരു വികാരം വേറെയാണ്. പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിത് പാട്ടിൻ്റെ കൂടെ. അപ്പോൾ അതൊരു അനുഭവമാണ്. അതൊന്നും മഴയെ ഇഷ്ടമുള്ള കാര്യം സ്കൂളിൽ ലീവായിരിക്കും. അപ്പോൾ അത് രാവിലെ റേഡിയോയിൽ പറയുന്നത് ഉഗ്രം മഴ കാരണം 2 ദിവസത്തേക്ക് സ്കൂൾ അവധിയായിരിക്കും പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. റേഡിയോയ്ക്ക് ഉമ്മയൊക്കെ വെച്ചിട്ട് ഫിലിപ്സ് മേജറിൻ്റെ ഉമ്മ. അതാ ഭയങ്കര പണിയായിരുന്നു സ്കൂളിൽ. ഒന്ന് സത്യം പറയാറ് പഠിക്കാൻ വലിയ മണ്ണനായിരുന്നു. പിന്നെ അത് നമുക്ക് അത് തലയെടുത്തില്ല. പഠിച്ചെന്നാണ് നല്ല എഞ്ചിനീയറൊക്കെ ആയിട്ട് ഞാൻ
ഗൈസ് കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ കാരണവന്മാർക്കും പിന്നെ മുത്തശ്ശനും ഒക്കെ പഠിച്ച് ഞാൻ ഇത്ര ബുദ്ധിയാണെന്നാണ് അവരുടെ തെറ്റിദ്ധാരണ. അപ്പോൾ ആരവർക്ക് ഞാൻ പഠിച്ചൊരു ഡോക്ടറോ എഞ്ചിനീയറൊക്കെ ആവുന്നത് നടന്നില്ല. നമ്മളിതിങ്ങനെ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. പണ്ട് പോലെ ഹിന്ദി അറിഞ്ഞുകൂടാ, ഹിന്ദിയിൽ എഴുതിയത് വായിക്കാൻ അറിഞ്ഞുകൂടാ, അങ്ങ് ഇരിക്കുകയാണ്. സത്യമുണ്ട്. ഞാൻ കളത്തിൽ പറഞ്ഞില്ല, അറിഞ്ഞൂടാ കണക്ക് പറഞ്ഞു. കണക്കൊക്കെ അടുത്തിരിക്കുന്ന ആളുകളെയൊക്കെ കൈ പിടിച്ച് അവരുടെയൊക്കെ വെല്ലറ്റ് എണ്ണിയാണ് ഞാൻ എത്ര ബ്ലാക്കിന് എത്തിയാ മഴയിൽ നിന്ന് നമ്മളെ കണക്കായി. അപ്പൊ മഴ ഓക്കെ ഐ ആം ബാക്ക്. അയ്യോ ലോൺ വോൾഫ് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു ലോൺ വോൾഫ് കളിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ അല്ല അയ്യോ സ്ക്വാഡ് എടുക്കാം. വീട്ടിലിരുന്ന് ബോറടിച്ച് മരിക്കും. അത് ഒന്നാ അവിടെ ബ്രദേഴ്സും അമ്മയൊക്കെ ടി വി കഷ്ടപ്പെട്ട് വാങ്ങും. അപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു ഞായറാഴ്ച പാട്ട് ചെയ്ത് ഞാൻ കേട്ട് താളമായിരിക്കും. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു 1.5 മാസമേ ഇത് എന്റെ പാട്ട് എന്നാ ചായ എടുക്കാം. ഞാൻ താളമഞ്ജുവിനെ കുറിച്ച് സംസാരിക്കാം, എല്ലാ പാട്ടുകളും സംസാരിക്കാം. അങ്ങനെ ചെയ്യുന്ന പാട്ടുകളൊക്കെ ഇല്ലേ, മംഗളം ചെയ്തതുപോലെയാണ്. ഒരു പക്ഷേ താളമയം എന്ന് പറഞ്ഞ് പാടുന്നവർക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം. പക്ഷേ സാർ ഇത് പല സ്ഥലത്തും പറയുമ്പോഴും പാടുമ്പോഴും ഒക്കെ സാർ പെട്ടെന്ന് തന്നെ ഇത് പറയാറുണ്ട്. അത് സ്ഥിരം പാടുന്നവർക്ക് പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അനായാസം പറയാൻ പറ്റാറില്ല. സാർ അത്രയും ഉള്ളതുകൊണ്ടാണ് എങ്ങനെയാണത് പെട്ടെന്ന് ഈ സ്റ്റേജിലൊക്കെ ഇരുന്ന് പറയുമ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ It was a nightmare to be stuck on the island, but also a good dream. ശോഭനയും നമ്മുടെ ലാസാറും പിരിയുന്ന ഒരു അവസരത്തിലാണ് ഈ പാട്ടുള്ളത്. പക്ഷെ ആ പിന്നുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ അനിയത്തിക്ക് വേണ്ടിയുള്ള. അപ്പൊ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും പലവിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് മാക്സിമം അതൊരു പ്ലസന്റ് ആക്കാനുള്ള ഫീൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർ കറണ്ട് ഒരു ചെറിയ ഒരു ശോഭമുണ്ട്. Trendsetter, Pushkan's pep got a product middle. Straight said a pushing called the baby got the product middle. ഞാനിങ്ങനെ കാത്തിരിക്കും ഇത് കേൾക്കാൻ സംഗതി. കാരണം നമ്മൾ ഈ ബാത്റൂം സിംഗേഴ്സിന് ഇത് കേൾക്കുന്ന ഒരു ഹർഷമുണ്ട്. അതൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ആ കേട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. സാർ ഇനി ഓം മൃദുലെ പാടണം, എന്നിട്ട് അതെനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടാണ്. അതായത് ഞാൻ മിക്കവാറും എല്ലാ കച്ചേരികളിലും നമ്മുടെ മെയിൻ കീർത്തനം പാടി കൈയടിയേക്കാളും കൂടുതൽ ഓം മൃദുലേക്ക് കിട്ടാറുണ്ട്. അത് ഞാൻ നമ്മുടെ എംജിആറിന്റെ അടുത്തും പറയാറുണ്ട്. അണ്ണന്റെ അണ്ണാച്ചിയുടെ പാട്ടാണ് ഞാൻ പാടി അവിടെ കലക്കുന്നത്. കാര്യം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴും അതൊന്ന് തുടങ്ങുമ്പോൾ തന്നെ അത് വേറൊരു വൈബാണ്. ആ മൃദുലേക്ക് വല്ലാത്ത ആഴമാണ് ആ പാട്ടിൽ. പ്രേമത്തിന്റെ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ. എല്ലാ ബ്രേക്കപ്പ് ആയ കാമുകന്മാരും ഈ പാട്ട് കേൾക്കുന്നില്ല. ഒരു പാട്ട് ഇത് സത്യനാഥിക്കാണ് അണ്ണാച്ചി എഴുതിയതാണ്. അതിമനോഹരമായിട്ട് എഴുതിയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോ ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത്. സത്യാത്തിന്റെ ആണ് ലിറിക്സ്. അത് ഒരു ഉഗ്രം പാട്ട്. അപ്പൊ അത് ഞാൻ പാടിത്തരാം. Please revive me. സ്വരം ഒരു തേങ്ങ
റിവാവ് ആയിട്ട് ഇതുവരെയും പോസ് ചെയ്യാം. ഓക്കെ ഷാരനെ ഓക്കെ ഗൈസ് ടീം അപ്പ് ചെയ്യാം. നമ്മൾ രോമാഞ്ചം കൊണ്ടിട്ട് അകത്തെത്തി ആരായിരുന്നു കൂടെ പാടുന്നത് ഇങ്ങനെ ആലോചിച്ചത് അത് നമുക്ക് ചോദിക്കാം. പക്ഷെ അയാളെ നമ്മൾ ഒന്നുകൂടെ ആരായിരിക്കും എൻ്റെ കൂടെ മര്യാദകൾ പറഞ്ഞോ ഞാൻ ഫ്രണ്ട് ആക്കാൻ പറ്റും നോക്കട്ടെ. അലോൺ എൽവർ 1 2 3 ആരാധിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെ പാട്ട് ചേച്ചിയോട് ചേച്ചി എൻ്റെ കൂടെ ഞാൻ കുറച്ചും വളരെ മെലിഞ്ഞിട്ടാണ്. എൻ്റെ അടുത്ത് അതൊക്കെ പറഞ്ഞു ഇരിക്കാൻ ഉചിതമായിട്ട് ഞാൻ നിനക്ക് ആദ്യത്തെ 1-2 ടേക്കിന് സാർ നിർത്തിയിട്ട് പറഞ്ഞു എന്തോ കിടുകിടുകിടാന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് പാട്ടിൻ്റെ കൂടെ. അതെന്താണ് എൻ്റെ മുട്ടടിക്കുന്നത്. അപ്പൊ ആരും പേടിച്ചിട്ടാണ് അത് പാടാൻ പറ്റും. ഒരു പാടിപ്പാടി ഒരു 2-3 ടേക്ക് എല്ലാവരും പാടിക്കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റാകും ഗ്രൂവിൽ വീഴും. ഇത് ആദ്യമായിട്ട് പാടുക അത് ചേച്ചിയുടെ കൂട്ടുള്ള ഒരാളുടെ കൂടെ. അപ്പോൾ സാർ പുലിയെപ്പോലെ ഇപ്പോൾ ഉള്ള പോലെ അല്ല സാർ ഒരു സ്വർണ്ണക്കള്ള ഫ്രെയിം ഇട്ടിട്ട് ഓർക്കസ്ട്രക്കാരൊക്കെ നിർത്തി കുലിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ പേടിയുണ്ട്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ ചേച്ചി അടുത്ത് നിന്ന് പിന്നെ ഒരു ടേക്കായി 2 ടേക്കായി 14 ടേക്കായി ഒരു രാത്രിയാണ് 14 ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ നിർത്തുമല്ലോ. അങ്ങനെ ഒരു സെറ്റപ്പാണ്. 14 ടേക്കും ആയിക്കഴിഞ്ഞപ്പോൾ ശ്യാംസാറിൻ്റെ അകത്തുനിന്നൊരു ശബ്ദം വരും. 14ാമത്തെ ടേക്കായപ്പോൾ ഞങ്ങൾ നല്ല പാടാൻ ഉഗ്രായിട്ട് പാടാൻ തുടങ്ങി. പിന്നെ ധൈര്യമാണ് ഫസ്റ്റ് ടേക്ക് ഓക്കെ ഇപ്പോഴും അതിനകത്താക്കരുത് അതോ ആ പാട്ട് റിലീസായി കഴിഞ്ഞ് ഫിലിം കാണാൻ പോയിട്ട് പടം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇരിക്കുകയാണ്. അതാണ് ആ തിയേറ്റർ ഇവിടെ തന്നെ ഇരിക്കുക എനിക്ക് പോടെ ഈ പാട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഇയാള് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എൻ്റെ ബാത്റൂമിനകത്ത് പോയി ഷവർ അങ്ങോട്ട് പോകുന്നു. ഐശ്വര്യമായിട്ടാണ് എൻ്റെ കാര്യം. അതാണ് അതോടെ ചെയ്യും. അത് ചില ചെറിയ എളുപ്പമല്ല. ഈ സമയത്ത് ഉള്ളി അരിഞ്ഞാൽ പോലും കണ്ണീന്ന് വെള്ളം തരത്തില്ല. അന്ന് അതല്ലേ തൊട്ടൊരു കുട്ടികളൊക്കെ നമ്മൾ ഇമോഷണലാവും. അപ്പോൾ അത് അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് മോനെ ആ പാട്ട് എന്തായാലും ആദ്യം അമ്മയും കൂടെ ചോദിച്ചപ്പോഴേ ഇത് പാടാൻ പോയിട്ടാ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിനും അത് നമ്മൾ പാടിയിട്ടില്ല. അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് എന്നെ പാടാൻ തന്നെ എനിക്ക് അതാണ് സങ്കടം. ഇപ്പൊ പാടിയിട്ട് നമ്മൾ ട്രാക്കാണ് പാടുന്നത്. എന്തെങ്കിലും വേറെ ആൾ പാടും ട്രാക്ക് അതിൻ്റെ നീ പോയി പാടില്ല വേണ്ടെന്ന് തോന്നുന്നു. ഈ ഓർക്കസ്ട്രക്കാരുടെ ഒക്കെ ഇടയിലാക്കി വല്ലാത്ത വിഷമമായി. ഒരു പറയുന്നത് നമ്മൾ ട്രാക്കൊക്കെ പാടട്ടെ ആരോഗ്യത്തില്ലേ. ഞാൻ അറിഞ്ഞ എൻ്റെ ഇടയിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനാണ് അതെ നേരെ അങ്ങോട്ട് ചോദിച്ചു ഷവർ തുറന്നു ഞാൻ ചായ കുടിക്കുന്നത് പാടും. അമ്മ അത് ചോദിച്ചത് എന്തോ ഒരു വൃത്തിയോടായിരിക്കും സംഭവിച്ചത്. നമുക്കത് മനസ്സിലായതുകൊണ്ടാണ് അമ്മ ചോദിച്ചത്. അതുകൊണ്ട് അതൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇറുക്കമല്ല. നമുക്ക് ഈ ടെൻഷൻസ് ഇല്ലാതെ ജീവിതം കിട്ടുന്നത് എല്ലാവർക്കും ഉണ്ടാകും. ഞാൻ എല്ലാ കാര്യങ്ങളും കുറച്ച് കൂളായിട്ട് എടുത്ത് ജീവിതമുള്ള കാലം സന്തോഷമായിട്ട് ഒരു ബോബനും മോളിയും വായിച്ച പോലെ അങ്ങ് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ടെൻഷൻസൊക്കെ ഇല്ലാതെ ചേച്ചിയെ കുറിച്ചാണ്. അപ്പൊ അവിടെ വെച്ച് കണ്ടുള്ള ബന്ധമാണ് ചിത്ര ചേച്ചി. അപ്പൊ ചേച്ചി അന്ന് പോലെ സ്നേഹമാണ്. പിന്നെ രാജമാഷിന് ഞാൻ കുറച്ച് പാട്ടുകൾ കമ്പോസിങ് അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ചിത്ര ഒരു തവണ എന്നെ കാണാതെ ചിത്ര ചേച്ചി കണ്ണൂരാലും എൻ്റെ അമ്മായി അച്ഛൻ സാക്ഷാ. അപ്പൊ അത് അയ്യോ ആ പയ്യൻ എവിടെ ഇന്ന് ചേച്ചി രാജമാഷിൻ്റെ അടുത്ത് ചോദിച്ചാൽ രാജമാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇത് നിന്നെ തിരക്കി ചിത്ര സന്തോഷം. അപ്പൊ അന്ന് പോലെ ചിത്ര ചേച്ചി പിന്നെ ആദ്യം നടക്കാതെ പോയ ഒരു പടം ചെയ്തായിരുന്നു. അത് മനോ ചിത്ര ചേച്ചി ഒക്കെയാണ് പാടിയത്. അപ്പൊ അത് അവിടെ തൊട്ടുള്ള ബന്ധമാണ്. അപ്പം ക്ഷണക്കത്ത് എന്നുള്ള സിനിമയിൽ ചേച്ചി പാടാൻ വരുമ്പോൾ ഒരു ശുചിത്വം എന്ന് പറഞ്ഞു കുറേ സന്തോഷമാണ്. അന്ന് മുതൽ ചേച്ചിയായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ പറഞ്ഞാൽ ഒരു കൂടെ ചേച്ചിയായിട്ടൊരു അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. എന്തായാലും ചേച്ചി വീട്ടിലുണ്ടാക്കുകയാണ്. അപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞാൽ നമുക്കത് എന്നെ കൊണ്ട് തീറ്റിക്കില്ലേ. പിന്നെ ഞാൻ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തത് ഞാൻ ചേച്ചിയാണ് ഉണ്ടാക്കിയത്. അതില്ലാത്ത ഉറപ്പ്
വരുത്തിയതിന് ശേഷം ഞാൻ എന്നിട്ട് പോയി കഴിക്കും. അത് ചേച്ചിക്ക് ഒരു സന്തോഷമാണ്. ചേച്ചി ശരത് സാറ് ചേച്ചി എത്ര ട്രോൾ ചെയ്യാനും ചേച്ചി ഒന്നും മിണ്ടൂല. അത് ചേച്ചിക്ക് അറിയാം ഞാനൊരു നന്മയുള്ള മനുഷ്യനാണ് ചേച്ചിക്ക്. അത് ഞാൻ അങ്ങനെയാണല്ലോ. ചിലപ്പോ എനിക്ക് The Hyundai KT Box washing machine is best feature it gets. Clear blues, reds, and your greens. From bed sheets to linens, even heavy loads of carpet greens. With soft care towels and iron pieces that offer ultimate fabric care for your entire wardrobe. Bosch 9 KT washing machine. Strong like a Bosch. Looking for a chance to learn and get real work experience while earning real money? ഈ ചില സാധനം കൊണ്ട് എനിക്ക് മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. ചേച്ചിയൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഒരു കാര്യം അതാണ് ചേച്ചി അതെന്താ ഒന്നുമില്ല ചേച്ചി, ഇത് എന്തോ ഒരു മനസ്സിൽ പ്രോബ്ലം. ഇത് ചേച്ചി ഏതോ ഒരു സ്ഥലത്ത് പറയുകയും ചെയ്യും. ചിലത്തിറങ്ങിട്ട് പറയത്ത് അത് മനസ്സിലിട്ടോണം, ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കുന്നത് നമ്മൾ വിഷമിക്കുക ചിലത്ത് മിണ്ടാതിരിക്കുന്നത് പോലെ ചേച്ചി. അത് ചേച്ചിയുടെ മനസ്സിൽ അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു എല്ലാം ഷെയർ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനുമാണ് ഞാൻ ചിത്ര ചേച്ചി. അപ്പം അത് കുറേ സന്തോഷം. പിന്നെ ഒരു പാട്ടുകാരി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കെ.എസ്. ചിത്രയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊരു സിംഗക്കുട്ടിയാണ്. അത് എന്ത് കൊടുത്താലും പാട്ട് ചേച്ചിക്ക് പറ്റാത്തത് ഈ ഇറോട്ടിക് പാട്ട്. കണ്ണു എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി ആ കണ്ടപ്പോഴേ ഓടിക്കണം. അത് പറ്റത്തില്ല ചേച്ചിക്ക് ഇപ്പോൾ അതിസന്ധ താല്പര്യമില്ല. അപ്പൊ അത് എനിക്ക് ഈ അടുത്ത കാലത്ത് കുറച്ചായത് അത് നടന്നില്ല. അപ്പോൾ അത് അങ്ങനെ നടക്കട്ടെ. ഒരു അസാധു ഒരു ഇറോട്ടിക് പാട്ട് പാടിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അത് പാടി കഴിഞ്ഞിട്ട് ഞാൻ പോയി ചേച്ചി വാ നമുക്ക് കേൾക്കാം. ഇല്ലല്ലേ സ്ഥലത്തൊക്കെ പുറത്ത് പോകുന്നു കേട്ടോ. അതാണ് പാടാൻ പോകുന്ന സമയത്ത് ഇതേപോലെ രാജാസാറിനെ എപ്പോഴും പേടിയാണ്. അത് ചേച്ചിക്ക് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത് സാറ് വിളിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആദ്യമാണ് സ്ഥലത്തേക്ക്. മൊത്തം 1200 പാട്ട് പറഞ്ഞിട്ടുണ്ട്. സാർ ശരിക്കും ഈ സാറിന്റെ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ 2 രീതിയിലാണ്. ഒന്ന് ലെജൻഡറി ആയിട്ടുള്ള കുറേ സോങ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, 2 റിയാലിറ്റി ഷോയിലെ ഈ പിള്ളേരുമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. സാർ രണ്ടും ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ ആസ്വാദനം ഈ പിള്ളേരുമായിട്ടുള്ള ഒരു സംഗതിയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ടെൻഷൻസ് ഒക്കെ ഒന്ന് മറക്കുന്ന ആ ഒരു ഷൂട്ട് ദിവസങ്ങളിലാണ് ഈ പിള്ളേരുമായിട്ട് അവരുമായിട്ട് കിടന്ന് ഇടികൂടി അവരിങ്ങോട്ട് തിരിച്ചു പറയുന്നത്. എൻ്റെ അച്ഛനമ്മ പോലും പറഞ്ഞിട്ടില്ല അതാ മിണ്ടല്ലേ ഇവരിക്കൊണ്ട് ഞാൻ അതൊക്കെ രസമാണ്. അത് പോസിറ്റീവാണ്. നമ്മളെപ്പോഴും ശരി അതെല്ലാം കൂടി ടെലികാസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ പാലും കട്ടായി പോകുന്നുണ്ട്. ഇപ്പം നമ്മളവരെ കൊഞ്ചിച്ച് അവർ വന്ന് നമ്മുടെ തലയെ കൂടെ കയറി ഇവർ ഞാൻ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ഒരു ആൺകുട്ടി 4 പെൺകുട്ടികൾ അവർ എൻ്റെ തോളിലാണ് ഞാൻ കൊണ്ടുവന്ന് ഉടുപ്പ് മുഴുവൻ അതെല്ലാം കൂടി ചവിട്ടി അഴുകാൻ ഞാൻ സ്നേഹം ഉമ്മ വെച്ചിട്ട് ഉമ്മയെ പോലെ കഴിച്ചത്. അത് എല്ലാ കുഞ്ഞുങ്ങളും നല്ല സ്വീറ്റാണ്. അവരുടെ കൂടി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഗാതാന്റെ പ്രൊഡ്യൂസർ, ഈ ടോപ്പ് സിംഗറിന്റെ പ്രൊഡ്യൂസർ സിന്ധു ചേർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിന്ധു ഞാനിവിടെ വരുന്നത് വേറൊന്നും ആലോചിച്ചിട്ടോ പ്രചരിച്ചിട്ടുമാണ്. ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അവർ ഈ നല്ല പാട്ട് ഇങ്ങനെ പാടും. ചിലതൊക്കെ എക്സ്ട്രാ ടാലന്റുകളാണ് നിന്ന് അവരും അവർ നിന്ന് പാടുന്ന അന്തപ്പെട്ട് നമ്മൾ ഇമോഷണൽ കിട്ടുന്ന ഒരു സുഖം വേറെ കിട്ടത്തില്ല. അതൊക്കെ ഞാൻ ഇലുമിനാറ്റി പാടും. അതാണ് എൻ്റെ ഒരു സന്തോഷം. പുതിയ സിനിമകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഒരു 4 ഫിലിം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു തമിഴ് ഫിലിം ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ലാൽ സാറിൻ്റെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ടി.കെ. രാജീവ്കുമാർ സാറ് തന്നെയാണ്. അത് മ്യൂസിക്കിൽ ഒരിച്ചിരി പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് തകർക്കാൻ പറ്റണേ ദൈവമേ എന്നാണ്, തകർക്കാൻ പറ്റണേ എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ പുതിയ പിള്ളേർക്കൊക്കെ ഡാൻസും കൊടുക്കണം എന്ന് എനിക്കൊരു മനസ്സിന് ഞാൻ ചിലരെയൊക്കെ കുറിച്ചിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ചെയ്യണം ചെയ്യും. അതൊരു സന്തോഷമല്ലേ. ഇപ്പോൾ വിധു ആണെങ്കിലും നമ്മുടെ ശ്രീനിവാസൻ എനിക്കാണ് ആദ്യം പാടുന്നത്. അപ്പം അതൊക്കെ ഒരു സന്തോഷം. നമ്മൾ അവർക്ക് ഈ അണ്ണാച്ചി ജോലി വിട്ടവരെ ഞാൻ പറഞ്ഞു സെറിൻ ഡൈസ്റ്റഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ശ്രീനിവാസൻ. അവിടെ ഈ കള്ളറ് മുക്കി നടന്നതാണ് ഉറുപ്പിനെ. ഒരു പാടാൻ പറ്റുന്നത് ഇത് കള്ളറ് പോകത്തില്ലേ അത് കണ്ടാ അറിയാം. ഞാൻ പറഞ്ഞ കള്ളറൊക്കെ വിടണ്ട, പാട്ടിൽ കുറെ കളർ കൊണ്ടുപോകാം ജോലി എന്ന് പറഞ്ഞ് വിധിച്ചത് ഞാനാണ്. അത് കുറെ സന്തോഷം. അവരൊക്കെ സൂപ്പർ ലെവലിൽ ഇപ്പൊ വിധവാണെങ്കിലും അണ്ണാച്ചാണെങ്കിലും കലക്കി ഇരിക്കുന്നത് ഒരു സന്തോഷം തന്നെയാണ് മനസ്സിൽ. അതൊക്കെയോ ഒരു സന്തോഷം. അത്തരത്തിലുള്ള സന്തോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും
ഇഷ്ടമാവട്ടെ. ഇപ്പൊ ശ്രീരാഗമോ എന്നുള്ള പാട്ടുകൾ ഞാനത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ജനങ്ങളാണ് പാടുന്നത്. ഇപ്പൊ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ഒരു പ്രോഗ്രാമിനും ഹരീഷ് ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് ആ ക്രൗഡ് മുഴുവൻ പാടുക. അതുപോലെ വേറെ ഏതോ ഒരു തെരുവില് എല്ലാവരും നിന്ന് പാടുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഞാൻ നമ്മുടെ മോഹൻലാൽ അണ്ണാച്ചി എടുത്തും പറഞ്ഞു, പ്രാന്തം പോലെ ആയ ആ ഒരു പാട്ട്, അതിന് കുറെ സന്തോഷമുണ്ട് എനിക്കത്. അത് അതുപോലെ എല്ലാ പാട്ടുകളും അത് പറയാനുണ്ട്. ഇപ്പൊ ലാലേട്ടനുമായിട്ട് ഈ അടുത്ത് ആ പാട്ട് ഒരുമിച്ച് നിന്ന് പാടില്ലേ, അതൊരു സന്തോഷം. അത് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഫിനാലെ ലാലേട്ടന്റെ കൂടെ അത് എന്താ പറയുക, അതിന് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നിട്ട് ശ്രീരാഗമോ പാടി ഒരു അനുഭവം. അങ്ങനെ ഒരാള് അത്രയ്ക്ക് എത്ര കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത ഒരു മനുഷ്യൻ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പാടി വൈറലായ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ഒരു പാട്ട് പാടുന്നത് എനിക്കൊരു ഒരു മൊമെന്റ് ആയിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാലപ്പൂ ഇതൾ പോലെ ഞങ്ങൾക്ക് പാടാൻ പറ്റുന്ന പാട്ടും കൂടെ തരുന്നില്ലേ? കുളിക്കുമ്പോ പാടാൻ പറ്റുന്ന പാട്ട് അത് ആദ്യം കുളിക്കുമ്പോ പാടാൻ പറ്റിയ പാട്ട് ചെയ്യാനാ ഞാൻ പറഞ്ഞ എന്റെ പാട്ട് പാടി കുളിക്കേണ്ടത്. അതൊക്കെ ഭയങ്കര ശരിയാണ്. ഇപ്പൊ ഞാൻ യുഎസിൽ പോയപ്പോൾ അസനെ പോയി കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അതൊരു ഭയങ്കര വേറെ ചേച്ചിയും ഹസന്റെ ചെറും കുഞ്ഞും അതിനെയൊക്കെ കണ്ട് അത് കുറെ സന്തോഷം മനസ്സിലാക്കി. ഇവരെയൊക്കെ എന്താ പറയുക, ഇപ്പൊ ബാലമുദ്രക്കാരാണെങ്കിലും ഞാൻ ഇടപഴകിയിട്ടുള്ള എല്ലാ ലഭിച്ചു രാജസ്ഥാനും എന്റെ മാഷ് ചിദംബരം മാഷ് ബാലമുദ്രക്കാരും ഇവരെയൊക്കെ അടുത്ത് എല്ലാം വെട്ടാമുദ്രക്കാരും എല്ലാവരും നമ്മൾ അവരുടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് വരുന്നു. ബാലമുണ്ട് എനിക്ക് അധികം പാട്ട് അദ്ദേഹം ഒഫീഷ്യലി പാടിയിട്ടില്ല എങ്കിലും ഒരു 10-12 പാട്ടോളം വേറെ പലർക്കും ചെയ്തത് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ അറിയാതെ ഞാനാ ചെയ്തത്. ആ ഒരു സ്നേഹവും പ്രത്യേകിച്ച് SPB സാറിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഗുരുനാഥനാണ്, ബാലമുരളി സാറാണ്. അപ്പൊ ആ ഒരു അതാണ് എപ്പോഴും എൻ്റെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. ഇപ്പം കാണുമ്പോഴും സ്നേഹം എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മ തരാതെ വിടത്തില്ല ബാലമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പോയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയത്. അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഞാൻ വേറെ ഒന്നുമില്ല. നമ്മളെന്താണ് എന്ത് കൊണ്ടുവന്നു അതെന്ത് മുന്നിൽ കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്മളെക്കൊണ്ട് പറ്റില്ല നല്ല ഒരു പാട്ടുകൾ ജനങ്ങളുടെ മനസ്സിൽ നോക്കുന്ന കുറച്ച് പാട്ടുകൾ ചെയ്യാൻ കഴിയും. അതൊന്നും നമ്മളാണ് കണ്ണൂർ പറഞ്ഞിട്ട് സുഖമായി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ കാണാൻ ലൈക്ക് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.